ഹലോ ഗൈസ്, വെൽക്കം ടു കോഴിക്കോട്. അങ്ങനെ ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത് ആദർശേട്ടായുടെ വീട്ടിലാണ്. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ അറിഞ്ഞത് ആദർശേട്ടായി ഈ കൊയിലാണ്ടിലൊരു കൊച്ചു മുതലാളിയായിരുന്നു. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദർശേട്ടായി പറഞ്ഞു, വാ കോഴിക്കോട് ബീച്ച് കാണിച്ചു തരാം, അതും ചുറ്റി കാണിച്ചു തരാമെന്ന്. ഈ കാണുന്നതാണ് ഗൈസ് കോഴിക്കോട് ബീച്ച് റോഡ്. ഗൈസ് ഇവർ രണ്ടുപേരും കോഴിക്കോട് ബീച്ചും കോഴിക്കോട് മൊത്തത്തിൽ വാങ്ങാനുള്ള പ്ലാനിലാണ് ഗൈസ്. അങ്ങനെ ഇവിടെ ഈ തള്ളെല്ലാം കേട്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് അപ്പോൾ ഒരു വീഴത്ത് വിശന്ന് വലഞ്ഞ് ഞങ്ങൾ നേരെ പാരഗണിൽ പോയി നല്ല അടിപൊളി കോഴിക്കോട് ദം ബിരിയാണി തട്ടി ആദർശട്ടായി നമ്മളെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തു ഗൈസ്. അപ്പോഴത്തേക്കും ദേ വരുന്നു നമുക്ക് പോകാനുള്ള വന്ദേഭാരത് ട്രിവാൻഡ്രം ടു കോഴിക്കോട്, കോഴിക്കോട് ടു ട്രിവാൻഡ്രം. ഇത് 12 അതെ 11 അങ്ങോട്ടേ. ഇത് 12 അല്ലേ? 12 കഴിഞ്ഞ് E2 E2 കഴിഞ്ഞ് E1 കഴിഞ്ഞിട്ട് C12. അങ്ങനെ വന്ദേഭാരതിനകത്തൊരു വഴി തെറ്റി ഗൈസ്. തെക്കോട്ട് പോകുമ്പോൾ ഞങ്ങൾ വടക്കോട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ സാഹസിക പ്രകടനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ ചാടി പിടിച്ച് ഞങ്ങൾക്ക് ഫൈനൽ ഞങ്ങളുടെ സീറ്റ് കിട്ടി ഗൈസ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ പട്ടി ഷോ എല്ലാം കാണിച്ച് ഞങ്ങൾ സീറ്റിലെല്ലാം സെറ്റിലായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് കോഫിയും സ്നാക്സ് കിറ്റും കിട്ടി ഗൈസ്. ഇനി നമുക്ക് സ്നാക്സ് കിറ്റിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കിട്ടിയത് ഹൽവയാണ് ഗൈസ്, കോഴിക്കോടൻ ഹൽവ. അത് കഴിഞ്ഞ് നമുക്ക് അച്ചപ്പം വന്നു, മിച്ചറ് വന്നു, ചായ നമ്മൾ ഇട്ട് കുടിക്കണം. അവർ നമുക്കൊരു പാക്കറ്റിലൊരു പൗഡർ തരും, ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് തരും, ബാക്കി നമ്മൾ തന്നെ ചായ ഇട്ട് കുടിക്കണം. അങ്ങനെ പുറത്ത് നല്ല ക്ലൈമറ്റായിരുന്നു. ആ ക്ലൈമറ്റെല്ലാം കണ്ടൊരു സുഖമായിട്ടൊരു സൂപ്പർ ഉറക്കമൊക്കെ ഉറങ്ങി പാസ്സാക്കി എണീച്ചപ്പോഴത്തേക്കും ദേ വന്ന് നമ്മുടെ ഡിന്നർ. നല്ല വീറ്റ് പൊറോട്ടയും നല്ല ചൂട് റൈസും ദാലും അതിനൊത്ത ഗ്രേവി, കേർഡ്, ഫ്രൂട്ട്സ്, പിന്നെ നല്ല തോരൻ, കാലൻ, ഓളൻ എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. കൈ തുളയ്ക്കാനുള്ള ടിഷ്യൂ വരെ അവർ തന്നിട്ടുണ്ട് നമുക്കതും വെറ്റ് ടിഷ്യൂ. അങ്ങനെ മൊത്തത്തിൽ കിഡ്ലൻ ഡിന്നറായിരുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കം കൂടി പാസ്സാക്കിയപ്പോഴത്തേക്കും ദേ ട്രിവാൻഡ്രം എത്തി. ഇനി നേരെ അമ്മയെ കാണാൻ വീട്ടിലേക്ക്. ബൈ ഗൈസ്.